നമ്മൾ ഇന്ന് ഒരു സൈക്കിൾ അൺബോക്സിംഗ് ആണ്. സൈക്കിള് ലീഡർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സൈക്കിളാണ് അല്ലെ? ഇതിപ്പോ സൗദി അറേബ്യ നമ്മള് ചെയ്യുന്നത്. ഇത് സൗദി അറേബ്യ ജിദ്ദ, അവിടെ നിന്നാണ് അൺബോക്സിംഗ് അല്ലേ? അപ്പൊ നൗഫൽ ഇറ്റേക്കോടൻ ഇവരാണ് സൈക്കിൾ വാങ്ങിയിട്ടുള്ളത്. അവർക്ക് ഇവിടെ റോമിങ്ങിനും ഷോപ്പിലോട്ട് പോകാനും ചെറിയൊരു എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, എന്നാ നമുക്ക് കണ്ട് അൺബോക്സ് ചെയ്താലോ? തീർച്ചയായിട്ടും. ലീഡർ സൈക്കിൾ. Okay, we'll make it together. Okay. Wow. Come on, you continue. Okay. സൈക്കിള് എന്നും ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഒരിക്കലും നമ്മുടെ ചെറുപ്പകാലം മുതൽക്ക് അറ്റ് ഓൾഡ് ഏജ് വരെ സൈക്കിള് നമുക്ക് എന്നും പ്രിയപ്പെട്ടതാ അല്ലേ? അപ്പൊ അതിങ്ങനെ ചവിട്ടി ഓരോ ഏജിലും എനിക്ക് സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അസംബിൾ ചെയ്യാനുള്ള സാധനങ്ങൾ ഉള്ള ഒരു ബോക്സ് ആണിത്. ഇത് ഇൻക്ലൂഡ് ചെയ്ത് കണ്ടാണ് അവരെ നമുക്ക് കൊറിയർ ചെയ്ത് തന്നിട്ടില്ലേ. ഇത് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സിംഗിൽ അൺബോക്സിംഗ് അല്ലേ? ലൈക്ക് ഇൻസെപ്ഷൻ. നല്ലൊരു കത്തിയാട്ടെ, കത്തി. ഓക്കെ, നോക്കാം. ഒരു വാട്ടർ ബോട്ടിൽ. അയ്യോ, സീറ്റ്. ഇതിന് സീറ്റ് നല്ല വേറെന്തോ പറയാം, പക്ഷെ നമുക്ക് പറയാതേ ഉള്ളൂ. അല്ലെങ്കിൽ സേഫ്റ്റി റിഫ്ലക്ടേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളത്. പിന്നെ കുറച്ച് വാറന്റി പേപ്പേഴ്സ്, ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇതിന് ഒരു എങ്ങനെ ആദ്യം എഴുതെടുക്കണം എന്നുള്ളതിനെ കുറിച്ച്. ഇത് ഇപ്പൊ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇനി ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യാണ് വേണ്ട. നീ അവളെ പിടിച്ചോ, നീ അവളെ പിടിച്ചോ. ഓക്കെ, ഇവിടെ വെക്കുക. അതങ്ങോട്ട് നീക്കാം. ഇതാണ് മുകൾ ഭാഗം അല്ലേ? ഓ, മുകൾ ഭാഗം തന്നെ നല്ല കാട്ടല് തയ്യാറാട്ടോ. ഗിയറിലെ സൈക്കിളാ? ഗിയർ ബോക്സ് ഒക്കെ ഉണ്ട്, ചെയിൻ ഉണ്ട്. ഓ, ചെയിൻ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇതെന്തൊരു സാധനം? നമുക്ക് ഈ സാധനങ്ങൾ എടുത്താലോ? ആ പട്ടിക ഇടാം. പിന്നെ എയർ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. എയർ നമുക്ക് പമ്പുണ്ട് അല്ലേ? ഏത് കളറ്? ഗ്രീനാന്ന് തോന്നുന്നു. നോക്കിയേ, മുക്കാളി എയർ ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല അല്ലേ? നമ്മൾ പമ്പ് കണ്ടെത്തണം. അത് ലാസ്റ്റ് എഡിറ്റ് ചെയ്യില്ല. മുത്തുമണികൾ എയർ ഫില്ല് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് കട്ട് ചെയ്യാം. Oh, bit strong. Must be somewhere else. Oh, okay. Yeah. ടയർ നോക്കിയേ, എങ്ങനെയുണ്ട്? ജിദ്ദയിലൂടെ കറങ്ങല്ല. ലാൻഡ് ക്രൂസറിനെ വരെ ചേസ് ചെയ്യാനുള്ള സാധനം. അപ്പൊ ഇത് ഈ സെക്ഷൻ ഓക്കെ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതാ, ഈ സെക്ഷൻ എടുക്കണം. ഇതെങ്ങനെ എടുക്കും? ഓ, സിമ്പിൾ. ഇതിന്റെ റാപ്പ് ആയിക്കും. എന്നാ പിടിക്കും.
അൺബോക്സിങ് മാത്രല്ല, ഫിറ്റിംഗ് Assembly. ട്യൂട്ടോറിയൽ കൂടെയാണ് അല്ലേ? അസംബ്ലിങ്. യെസ്. പണ്ടൊക്കെ ഞാൻ സിസ്റ്റം കമ്പ്യൂട്ടറൊക്കെ അസംബിൾ ചെയ്തു. അതെ, സ്വപ്നങ്ങളിൽ മാത്രം. ഓക്കെ. ഹാൻഡിൽ സെക്ഷൻ. യാ, ഇത് തന്നോളൂ, കച്ചറാക്കണ്ട, അത് പിടിച്ചോളൂ. ആ വേസ്റ്റ് ഇതിപ്പോ എങ്ങനെ ഫിറ്റിങ്സ്? ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. യെസ്. അങ്ങനെയാണോ? അവിടെ സ്ക്രൂ ഇല്ലേ? അങ്ങനെയാണോ? ഇത്ര വേണ്ട. ഇത് കുറച്ച് അടിയിലാണ്. ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാം. പിടിച്ചില്ലേ? ആ, ഓക്കെ. ഓക്കെ, ഫുള്ള് യൂസ് ചെയ്യാൻ തോന്നുന്നു. ആ, ഇറങ്ങിയോ? ഓക്കെ, സ്ട്രൈറ്റ് പിടിക്കേ. ചെറിയുണ്ട്. ഓക്കെ, യൂസ് ആക്കട്ടെ. ആ, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആദ്യം എടുക്കായിരിക്കും, ഇതേപോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട്. നമ്മളിതിൽ എക്സ്പീരിയൻസ് ഒന്നല്ലേ, ഫസ്റ്റ് ടൈം. സൈസ് കറക്റ്റ് ഇതുണ്ടാവും. നമുക്ക് ഏത് സൈസാ വേണ്ടെന്ന് വെച്ചാല് അതിൽ വെച്ച് ടൈറ്റ് ചെയ്യായിരിക്കും. ഇതേ ഇതില് ലോക്കിംഗ് ഉണ്ടാവണം. നമുക്ക് ചെയ്യാം, ടയർ ഇടാം. ഫ്രണ്ടിലെ ടയർ, ഇനി നമ്മള് ടയർ ഫിറ്റ് ചെയ്യാൻ പോവാ. ഫ്രണ്ടിലെ ടയർ ഇത് ഫിറ്റ് ആയിട്ടല്ല വന്നത്. ഇത് ലെഫ്റ്റത്തെ, ഇത് റൈറ്റ്. ഓക്കെ, ഇതിന്റെ ഉള്ളിലോട്ട്, ഡിസ്കിന്റെ ഉള്ളിലോട്ട് എത്തു. യാ, ചെരിഞ്ഞു പിടിച്ച് സ്ട്രൈറ്റ് പിടിച്ച്, സ്ട്രൈറ്റ് സ്ട്രൈറ്റ്. ഓക്കെ ഓക്കെ. ഇല്ല, ഡിസ്കിന്റെ ഉള്ളിൽ ആയിട്ടില്ലേ? അയ്യോ അയ്യോ. ആ, കറക്റ്റാ? ആ, അപ്പളാ കറക്റ്റ്. ആണോ?
ഇതല്ലേ ഫ്രണ്ട്? ആ ഭാഗം ഇരുന്നിട്ടില്ല. ഡിസ്കിനൊരു ഭാഗല്ലേ, അത് അതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ചെയ്ത് വെക്കണം എന്ന് തോന്നുന്നു. പോയിട്ടില്ല? ഇല്ല, അവിടെ ഇറങ്ങിയിട്ടില്ല. അസംബ്ലി നമുക്ക് ഡിസ്ക് ജാമാണോ? ഓക്കെ, അതെങ്ങനെ നോക്കാം? അല്ല, സ്പേസ് ഉണ്ട്. അതാ വല്ല സേഫ്റ്റി പിൻ ഉണ്ട് അതിനകത്ത്? ഇല്ല, ക്ലിയറാ. പിടിച്ചോ. പൊക്ക്. ആയിട്ടില്ലേ? പൊക്ക്. ഓക്കെ. ഓക്കെ ആയോ? ഒന്ന് റോൾ ചെയ്താ എടുത്താ ഇതാവൂലേ? അല്ലേ? റോൾ ചെയ്യുമ്പോഴേ ബ്രേക്ക് ആണോ? ഉണ്ട്. ഓക്കെ. സ്റ്റാൻഡായി. സൈക്കിളിന് സ്റ്റാൻഡായി. സേഫ്റ്റി കാർഡ് വേണ്ട. ഓ യെസ്. 2200 മുതലായിരുന്നു റൈറ്റാ. അവിടെ ചെയ്തോ, ഇവിടെ ഞാൻ ചെയ്യാം. ലോക്ക് ഉണ്ട് ഇതിന്, ഇവിടെ ലോക്ക് ഉണ്ട്. സൈക്കിൾ അവിടെ താങ്ങോ വെച്ച് നീ ചിലപ്പോ നല്ല വലിവ് പോരും. ഇതൊക്കെ ലോക്ക് ആണല്ലേ? ജിദ്ദയുടെ നഗരവീഥികളിലൂടെ സൈക്കിളിലൊരു യാത്ര ഉണ്ട്. ഇതിവിടെ, അതവിടെ. ആവശ്യമില്ല, അത് പാക്കറ്റ് സേഫ്റ്റിയാണ്. മേ ബി ഇതിവിടെ ഇങ്ങനെ വെക്കാൻ തോന്നുന്നുണ്ട്. ആവശ്യമില്ല അല്ലേ? ഞാൻ ചെയ്യട്ടെ? തീർച്ചയായിട്ടും ഞാൻ ചെയ്യട്ടെ. ഓക്കെ, ഷുവർ. ഞാൻ ചെയ്യട്ടെ. ഒരൊറ്റ ടൂൾ കൊണ്ട് മൾട്ടിയാണ്. അതാണ് ഓൺലൈനിലെ പ്രത്യേകത. ഇതൊന്ന് സ്പ്രാൻഡം ഒന്ന് പിടിച്ച ബ്രാൻഡിന്റെ ആണ്. ബ്രേക്കിന്റെ സെറ്റ് വീണ്ടും ലൂസ് ചെയ്യാം. ഇളയരാജന്റെ പാട്ടാ പാടിയതേ. പുള്ളിക്കാരൻ ചിലപ്പോ നാളെ തിരിച്ചോക്കാം. ടയർ റൊട്ടേറ്റ് ചെയ്യാം. ഫ്രണ്ടിലോട്ട് ഇരിക്കാം. ഓക്കെ. ഷേക്ക് ഉണ്ടോക്കാം ടയറിന്.
അത് കാറ്റിൽ ലൈറ്റ് ആണ്. അതെ, ആ സൈക്കല്ല ഡിസ്കുമ്പോ മനസ്സിലാവും. ഇതോ ഈ ഷെയ്ക്കോ ഇല്ലല്ലോ. അതില്ല. ഞാൻ ഡിസ്ക് ഇതുണ്ടോ മേജർ ആയിട്ടൊന്നുമില്ല. നമുക്ക് ഇതുണ്ട് ഊര, അതുണ്ട് ഊര, അത് കത്തി ഉണ്ടോ? എന്താ കണ്ടു? കത്തി ഇതൊന്ന് പിടിക്ക്. എന്താണ് ഇപ്പൊ ഈ സൈക്കിള് വാങ്ങിക്കാനുണ്ടായ മോട്ടീവ്? To make myself better. എങ്ങനെ? For tomorrow. Exercise. Bicycling is a good for health. Pedals. ശരി, എനിക്ക് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ? ഏതിന്ന്? റേഞ്ചറോ? ATP ഹെർക്കുലസ്. ഓനൊക്കെ എല്ലാ ആളാണ്. കളർ നല്ല രസമുണ്ട്. ബ്ലാക്കില് എന്താ കളറ്? നിയോ ഗ്രീനാണ്. നിയോ ലൈം ഗ്രീൻ. ലീഡർ. നമ്മുടെ ഈ ചാനലില് എല്ലാം ഉണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടൊന്നുമില്ല. ബാഡ്മിന്റണ്, ട്രാവലിംഗ്, മ്യൂസിക്, സൈക്കിള്. ചാനൽ ലൈക്ക് A to Z. അല്ലേ? അടുത്ത് നമ്മള് ബാഡ്മിന്റൺ ആയിട്ടും സൗദിയുടെ വിശേഷങ്ങളൊക്കെ അടഞ്ഞു. എപ്പോഴും ഞാനൊരു പേടി സ്വപ്നാണ് ഇയാൾക്ക് ബാഡ്മിന്റൺ കളിക്കുമ്പോ. നല്ല ചൂടാട്ടോ പുറത്തേ. 45 ഡിഗ്രിയാണ്. 50 ടച്ച് ചെയ്യുന്ന പറയും. എങ്ങനെ ഫേസ് ചെയ്യും ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ ഓരോ ഫ്ലൈറ്റ്സും ടേക്ക് ഓഫിന് പ്രിപ്പറേഷൻ ആക്കുമ്പോ ഞങ്ങൾ എന്റെ അഭിപ്രായത്തിൽ 1 മാസം കൊണ്ട് ക്യാമ്പിലെത്തും. बड़ी दूर से आए हैं കോപ്പിറൈറ്റ് വരും കേട്ടോ. प्यार का तोहफा लाए हैं. എങ്ങനെയുണ്ട് പാട്ട്? പാട്ട് അടിപൊളിയാ. ഞാൻ രാത്രി മുഴുവൻ ലംബി ജുദായി കേട്ടിരുന്നല്ലോ രാത്രി. ചാനലിട്ടില്ല, നമുക്ക് ഇടണം. മുമ്പ് പാട്ട് പാടിയോ അങ്ങനെ? മുമ്പ് അന്നിന്റെ കൊണ്ടിട്ട് പാട്ടൊക്കെ റൈറ്റ് ഹാൻഡ് കളർ രസമുണ്ട്. This is for left hand.
യെസ് ചൈനൽ ചൈനലും ലോക്കൽ ചൈന ലംബി ജുദായി തെരെ ബിൻ മേരി. ഇതേ ഇങ്ങനെയല്ല കേട്ടോ, ഇത് ഔട്ടാകാണ്. അങ്ങനെ തന്നെ അത് ഏറ്റവും താണ ഗീറിലാണ് ഇപ്പൊ കിടക്കുള്ളൂ. താണ ഗിയർ മീൻസ് അപ്പൊ അത് റെഡി. എന്നാ ഇത് വെക്ക, അവിടെ വെക്ക്, നമ്മളിവിടെ ഇവിടെ വെക്കും. ചൂട്ടിൽ അടക്കുള്ളൂ അല്ലേ? 10-20 പുഷപ്പ് ചെയ്തു. അതുകൊണ്ട് നല്ല ശക്തിയാ. റൂമിന്ന് പുഷപ്പും ഇതൊക്കെ ചെയ്തു. ഏത് റൂമിന്ന്? നമ്മളെ റൂമിന്ന്. അതിനൊരു ചാലുണ്ട്, ഒരു ട്രാക്ക് ഉണ്ട്. तेरे बिन जा मेरी കറക്റ്റ് ട്രാക്കിലല്ലേ കയറിയിരിക്കണം? ബെൻഡ് ഉണ്ടോ നോക്കട്ടെ. ഇത് നേരെ ഉൾട്ടയാണ് കറക്കാൻ തോന്നുന്നു. ഏത് ഇത് ഇവിടെ പിടിക്കേ ഒരു സാധനം അത് ലൂസിങ് ആണ്, ഞാൻ ടൈറ്റിങ്. പിടിക്കട്ടെ. അത് ലൂസിങ് ആണ്. ലൂസിങ് ആ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്, ചെറിയ സ്ക്രാച്ച്. तेरे बिन जा मेरी जाए कहीं ना इतनी ज़माने ടൈറ്റ് ആയോ? പിടിച്ചു. ഇതല്ലോ ഇങ്ങനത്തെ വല്ല പണിയും പിടിച്ചു മന നാവ് ഇങ്ങനെ കടിച്ചു. ഞാനോ? ഞാൻ ചെയ്യോ? ഞാനും കടിച്ചു അറിയാതെ എല്ലാവരും ചെയ്യും. കഴിഞ്ഞോ? ഫുൾ ത്രെഡ് കഴിഞ്ഞോ? ഇല്ലടാ, ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇനി ഉണ്ട് അടുത്ത്. ഇനി എത്താണ്ട്. അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നതേ അത് കറക്റ്റ് അലൈൻമെന്റിലല്ല കയറിയിരിക്കുന്നത്. ആയിക്കോട്ടോ. വീഡിയോ കാണുന്ന ആൾക്കാർ ഇത് അവിടെ കാര്യ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എങ്ങനെ പറയാ? വീഡിയോ കാണുന്ന ആൾക്കാർ ഓട്ടു എന്നോടല്ല. ലെഫ്റ്റ് ഇല്ലോടത്ത് റൈറ്റ് കൊണ്ടായിട്ട് റൈറ്റ് ഇല്ലോടത്ത് ലെഫ്റ്റ് കൊണ്ടായിട്ട്. അത് എങ്ങനെ മനസ്സിലാക്കി? എഴുതിയിരിക്കും ഇവിടെ ഉണ്ട് ആർ. ഇവിടെ ആറുന്നുണ്ട്. ആർ റൈറ്റ് ഒന്നും അറിയില്ല. ഇവരുടെ ഒരു സ്കാനർ എടുത്ത് കണ്ട് വരിക. ഞാനില്ല, ഇത് വിരലുകൊണ്ട് കയറുന്നുണ്ട്. कितनी ज़माने बात वो रब्बा लंबी जुदाई കേറുണ്ടോ? ഉണ്ട്. നല്ല കൊള്ളി. ഇതിപ്പോ ചെയ് നാട്ടിൽ കൊണ്ടുപോകും. നാട്ടില് വേറെ മേടിച്ചാലോ? ഈ വില ഉള്ള വൈകുന്നേരം
വേറുണ്ട്. തെരെ പിന്നെ ജാമേരി ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങി തന്നിരുന്നത് നമ്മളെ ജ്യേഷ്ഠന് കാക്കൂലെ കാക്കുവാണ്. അത് റേഞ്ചർ അതിന്റെ ടയറൊക്കെ കാണുന്നേ. ടയറ് അതേപോലെ റിഫ്ലക്റ്റീവ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. ദിവസം സ്കൂളിട്ട് വന്നപ്പോ എന്റെ സൈക്കിൾ അവിടെ സർപ്രൈസ് ആയിട്ട് തന്നെ 2 റൗണ്ട് ഒരിക്കലും ക്ലിയർന്ന് ഇങ്ങനെ പോന്നപ്പോഴേ ബ്രേക്ക് ഇല്ല വണ്ടിക്ക്, കുറിച്ച് നിന്നില്ല. വണ്ടി പോയി. അവിടെ അന്ന് ടെലിഫോൺ ലൈൻ ഇതിനൊക്കെ കൊണ്ടുവന്ന ലൈനിൽ ചാല് കയറി. അതിൽ ചാല് കയറി അതില് ഒടിഞ്ഞില്ല, വണ്ടി ഇങ്ങോട്ട് ഒടിഞ്ഞില്ല. നേരെ പോയിങ്ങാണ്ട് ചാലില് മണ്ണിങ്ങനെ കുക്കുമ്പോ അതിനൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ പോയി ടയർ പതിച്ചു കാണുന്നുണ്ട്. അന്ന് അവിടുന്ന് ഒരു ഇപ്പോഴുണ്ട്, അതിപ്പോ കാണാലോ കേട്ടോ. പോയി ഇതെവിടെ ഇല്ല, ഇതിൻ്റെത് ഗിയർ ബൈക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഗിയറൊന്നും അല്ലായിരുന്നു. നമ്മുടെ മുബാന്റെ സൈക്കിൾ ചുവപ്പ് കളറ് ഗവൺമെന്റ് ഇവിടുന്ന് കൊടുത്തീന്നെ. അവിടെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മള് കയറിയതൊന്നും ആവൂല. റിവേഴ്സിക്കണ് പിടിച്ചു കഴിഞ്ഞാ ബ്രേക്ക് ചെയ്യുന്നു അല്ലേ? വാട്ടർ ബോട്ടില് ഇതെന്തിനാണ് ഇപ്പഴാ മനസ്സിലായത്. അതെന്തിനാ അതിന്റെ ഉള്ളില तेरे बिन जा मेरी जा ही कहीं ना इतनी जमाने ഓ ഇതൊക്കെ ടൈറ്റ് ആട്ടോ. സൈക്കിള് ലോഞ്ചിങ് ദ സൈക്കിൾ. ഇത് വേണോ? ഏത്? ഇത് ഫ്രണ്ടിൽ ഓണുണ്ട്. ഓക്കെ, ചളിയൊക്കെ ആകാതിരിക്കാൻ ഉഷാറായി. ഇത് പ്രൊട്ടക്ഷൻ ഇട്ടാണ് കാലം ആയിരിക്കുമോ? ഉറപ്പല്ലേ. അല്ല ഇതിനെന്താ പറയാൻ പേര്? സീറ്റ് നല്ല പറയാ. അതിനെന്താ സ്റ്റെഡ് പില്ലറോ? ഇതിന്റെ അല്ല, എന്തായിരിക്കും ഇത്? എനിക്ക് തോന്നുന്നതേ ഇവിടെ എന്തോ സാധനം. ഇതിപ്പോ എങ്ങനെ വെക്കുക? ഇതിനൊരു ഇത് വേണ്ടേ? അതുപോലെ ഉണ്ട്. അതാ പോയി, അത് കിട്ടും. ഇംഗ്ലീഷില് വെറുതെ പിന്നെ ഇതൊന്നും പൊങ്ങുള്ളല്ലോ. കൊണ്ടില്ലേ? അതാ പറഞ്ഞിട്ടുണ്ട്. അതാ പറയണേ, പാഞ്ഞിറക്കിയത് ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കണം. ഞാൻ കൊണ്ടുപോയി പാഞ്ഞ നിലക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ലൂസാക്കി. എന്റെ കുട്ടി ആദ്യം ലൂസാക്കി, ഇത് ലൂസാക്കി എല്ലെങ്കിൽ എടുക്കാം. ഞാൻ കാക്കുമാരോടൊന്ന് ചോദിക്കേ, ടെക്നിക്കൽ വൈസ് ഇവിടെ ചോദിക്കേ, നിങ്ങൾ പറഞ്ഞതാ. എന്നാ എനിക്ക് സമ്മതിക്കാനൊരു ചെറിയൊരു ചെറുക്കനെ സമ്മതിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. നമ്മളൊന്നും സമ്മതിച്ചു തരില്ല. ടെക്കി ബേസിൽ നമ്മള് ഇത്
ക്ലീൻ ചെയ്യട്ടെ. അതാണ് പോന്റെ അവസ്ഥ. അല്ലേ ജി? എന്റെ ഇൻസ്റ്റ അതില്ലെങ്കിൽ പാളിന്ന് ഇതിന് വരാൻ പെട്ടെന്നില്ലേ? പെട്ടെന്ന് നമ്മള് ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യൂലേ ശനു? ആ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നില്ലേ? പഠിച്ചതാണത്. ഓക്കെ അങ്ങോട്ട് ഒക്കെ പാടെ കൂട്ടിക്കാണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇട്. 2 കൈ കൊണ്ട് വാരിക്കോ. कितने ज़माने बात वरप्पा लंबी जुदाई. ഒരു ഇന്ത്യൻ ബിൽഡ് ക്വാളിറ്റി ഒന്നും ഇല്ല സൈക്കിളിന്. അതെന്താ എങ്ങനെ തോന്നി എനിക്ക്? ചിലപ്പോ വെയിറ്റ്ലെസ് ആയതുകൊണ്ടായിരിക്കാം. മെറ്റീരിയൽ അങ്ങനെയൊക്കെ ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ ഇത് ഈ സാധനത്തിനല്ലേ? അതല്ലേ പൊട്ടുള്ളൂ. എനിക്ക് സൈക്കിളില് എനിക്ക് ഡിഫിക്കൽറ്റി വന്നിരിക്കുന്ന ബ്രേക്കാ വളരെ ലേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ബ്രേക്കോ? നമ്മള് ബൈക്കിന്റെ ഒക്കെ ബ്രേക്ക് പിടിച്ച് ഇത് നമ്മളെ വെയിറ്റിനൊക്കെ താങ്ങാലെ ബ്രേക്ക് ഇതിന് ഉണ്ടോ? വളി പോണ്ടോ കൂടി? വളീന്നൊന്നും പറയാതെ യൂട്യൂബിലാണ് സെറ്റിങ്സ് അങ്ങനല്ല ഞാൻ കയറിയിരിക്ക. വേറെ ഉണ്ട് ശരിയാക്കാം. എന്താണ് ഇജ്ജിപ്പൊ സെറ്റ് ചെയ്താലേ സെറ്റ് ആവുള്ളൂ. ഇതിലുണ്ടായോ നാടേ ഹൈറ്റാ അടിയിലെത്തി എങ്ങനെ വെക്കാൻ പാടില്ല. സൈക്കിൾ ചവിട്ടുക ഇങ്ങനെയാണ്. ഇവിടെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒട്ടി. അത് ലോക്കാണ്. അല്ലല്ല ലോക്കല്ല, ലൂസാണ്. ഇതിപ്പോ ലൂസാ? ആക്ച്വലി ഇതിപ്പോ ലോക്കാണ്. മോൾക്ക് പൊക്കുന്ന് ഒന്നുമില്ല, മെച്ചല്ല. ഇതൊക്കെ വെറും ഇല്ല പൂളപ്പൊടി പൂളപ്പൊടിയാണ്. ഇജ്ജ് പൊക്കുണ്ടോ? അവിടെ വെച്ച് ടൈറ്റ് ചെയ്യാം, അവിടെ വെച്ച് ടൈറ്റ് ചെയ്യാം. അതല്ല ടൈറ്റ്, അത് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യണം. ഇതൊക്കെ ഇതും ടൈറ്റ് അല്ലേ? വെറുതെ അങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുക. പൂളപ്പൊടി തന്നെ ഇല്ലല്ല തോന്നാണ്. ഓക്കെ ഈ ഫുള്ള് അല്ലെങ്കിൽ വർക്ക് ചെയ്തു ഇത് വെച്ച് അപ്പൊ മറ്റേതാണ്. അതവിടെ തിരിയാൻ ത്രെഡ് ഇല്ല. ബ്രേക്കിന് കമ്മിയൊക്കെ വേണ്ടത്ര ടൈറ്റ് ആണല്ലോ ഇപ്പൊ ഉണ്ട്. ഇല്ലല്ലോ ടൈറ്റ് ആണല്ലോ. ഇത് ടൈറ്റ് ആക്കിയിട്ട് വേണം ഇത് ടൈറ്റ് ആക്കാൻ. കൊണ്ടായില്ലെങ്കിൽ കൊണ്ട ഇതല്ല മറ്റേത് സ്പാനർ. അല്ല നോക്കൂ, ഇതിനിപ്പോ ലോക്ക് ഉണ്ടോ? ഇല്ലേ. പിന്നെ എങ്ങനെ ലോക്ക് ചെയ്യാം? ഉണ്ട്, ത്രെഡ് ഉണ്ട്. ലോക്ക് ചെയ്യും. ത്രെഡ് പോവും. അതല്ല അതിന് മെത്തേഡ്. ഇല്ലല്ല, സാധനം തിരിയുണ്ട്. അങ്ങനെയാണ് ഈ ടെക്നിക്കൽ വൈസ് എനിക്ക് വിട്ടുണ്ട്. ഓക്കെ എന്താണ് നത്തിങ് അല്ല എന്താണ് ടെക്നിക്കൽ വൈസ് എനിക്ക് വിട്ടുണ്ട്. അത് ചെറുപ്പകാലം മുതലേ എനിക്കില്ല. ചെയ്തോളാം. കുറച്ച് ടൈറ്റ് ആകാണ്ട്
വെറുതെ വെറുതെ ഇതിപ്പോ നട്ടത്തൊക്കെ കളഞ്ഞു. ഒന്നും അറിയില്ല, വെറും തൊള്ള. ഞാൻ വെച്ചോ അവിടെ ഇതൊന്ന് ഫ്രണ്ടിലേക്ക് ചേരിക്കണ്ടേ? അതും ടൈറ്റ് ചെയ്യണം, ടൈറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇതൊക്കെയാണ് അല്ല, ഫ്രണ്ടിക്കല്ലേ ഇരിക്കണ്ടേ, സ്റ്റഡിയിലല്ലേ സീറ്റ് വേണ്ടത്. ആണല്ലേ? അതിപ്പോ പറ്റന്താണ്, ഇങ്ങനെ വെക്ക്. ഈ കയ്യിലേക്ക് മിക്കവാറും APU CPU ഒക്കെ കൊടുക്കാനേ ഒരാള് വേണമെന്ന് പറയുന്നത്. എന്തെങ്കിലും ഞമ്മള് പറഞ്ഞു കഴിഞ്ഞാ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഓനക്ക് എന്താ പറയാ, ഓന് ബൾബിട്ട ഫീസ് മൊത്തം പോവും. അത് എനിക്കറിയില്ല. അപ്പൊ സമ്മതിച്ചിരുന്നില്ല. സമ്മതിച്ചു കൊടുക്കും, അതൊക്കെ സമ്മതിച്ചു പോകും. സമ്മതിച്ചില്ലേ? തീർച്ചയായിട്ടും. പോയിന്റ് ബാലൻസ് ഒക്കെ ഉണ്ട്. ഇത് ടൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞോട് ഞാൻ. ഇത് ടൈറ്റ് ചെയ്യണമെന്നാ? ഇത് പൊസിഷനിൽ ഇട്ടിട്ട്. ഇത് കറക്റ്റ് ഡേറ്റാ. അതല്ല, അത് ഇങ്ങോട്ട് ഇരിക്കുമ്പോ നമ്മള് വെയിറ്റ് ചെയ്യുമ്പോ അങ്ങോട്ട് ആവേ. അത് കറക്റ്റ് അത് ടൈറ്റ് ചെയ്താണ്. കണ്ടോ? എന്നാ കുറച്ച് മുന്നിക്ക് എവിടെ വെക്കണ്ടു? അത് മതി. അനക്കുമ്പോ നിങ്ങള് ചവിട്ടൂല ഇപ്പൊ? ഈ സാധനം എനിക്ക് അടിക്കച്ച് എന്തിനാ തെറ്റിക്കുന്നു? അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മള് വർക്ക് ചെയ്യുമ്പോഴല്ലേ ഞാൻ ഡ്രൈവ് ഈ കാറ് കരിനേഷൻ ഒഴിവാക്കിയാണ് അതൊക്കെ. ഇത് പുറം ഭാഗം, അടിഭാഗം അവിടെയാണല്ലേ? ഇതെല്ലാം റൈറ്റ്. കൊറേ പഠിക്കാണ്ട്. കയറിക്കോ. കുറവും കയറ. ഇതിന്റെ ത്രെഡ് മൊത്തം കളഞ്ഞേനെ. ഇതൊക്കെ പോയിട്ട് സ്റ്റെയറിംഗ് ഉണ്ടോ? ഇതൊക്കെ ചെയ്താൽ കാണട്ടെ. അത് ചൂട്ടളാ. അല്ല ഓൻ വലിയ ടെക്കിയാണെന്നല്ലേ പറഞ്ഞേ. ഇതിന് ഫിറ്റ് ചെയ്യട്ടെ, കാണാലോ. ടയർ ഇല്ലല്ലോ ഇതിന്, ടയർ കാറ്റില്ലല്ലോ. ടയറൊന്നും അടിച്ചാ എവിടുന്ന്? സൈക്കിൾ ഇഷ്ടം പോലെയാണ്. എടാ ചെറുതായിട്ട് ചെരിഞ്ഞു കൊണ്ടോ. എന്ത് ഇങ്ങോട്ട്? ഇതൊന്ന് തിരിച്ചളേ. സ്ക്രൂ ഡ്രൈവർ ഇല്ലല്ലോ ഇപ്പൊ നമ്മക്ക് ഇതിന്. അതെന്ത് ചെയ്യാ? കത്തി ഉപയോഗിക്കാൻ പറ്റുമോ? ആ കത്തി എടുക്കുവോ? വേണ്ട പുള്ളി. ആണോ? കത്തിയോ? അവിടെ ഉണ്ട്. സീറ്റിന്ന് എടുത്തടാ കത്തി. അറിയാതെ പോയി ഇരുന്നാലേ കുണ്ടിന് പോകും. കുണ്ടി കുണ്ടി is not a bad word. അത്യാവശ്യം റെപ്യൂട്ടഡ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു വലിയ ചാനലാണ്. അതിലൊന്നും കാണാൻ എന്റെ ഇങ്ങനത്തെ വന്ന കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ ഈ കുട്ടികളൊക്കെ നമ്മളെ ചാനൽ നോക്കിയിട്ടാണ് ട്രെയിനിങ്ങിന് എടുക്കുന്നത്. കണ്ടില്ലേ? വീഡിയോസ് കണ്ടില്ലല്ലോ ചാനലിൽ. എന്റെ ബുദ്ധി ഒറ്റക്കാണെന്നുണ്ടെങ്കിലേ ഓനക്ക് ഇതിന്റെ സ്ക്രൂ ഉണ്ടല്ലോ, ആ കേടിട്ടുണ്ടാവും. സൈക്കിൾ ഉണ്ടോ? സമ്മതിച്ചറിയില്ല. ഓനുണ്ട്, വേറെ ചെങ്ങയുണ്ട്. നമ്മളെ സ്കില്ല്, നമ്മളെ കഴിവ് നോട്ടെ. റെഡ് എവിടെ? വരണോ? ഇതുമേ സീറ്റുമേ ഇതിന്റെ ഉള്ളിൽ കൂടി ഉള്ളത്. ഇതേ ഇങ്ങനെ ഇടണോ? ഇങ്ങനെ ഇടണോ? ഇങ്ങനെയല്ല, ലൈറ്റ് എങ്ങനെ വരിക?
ഇങ്ങനെ വരിക, ഇങ്ങനെ വെക്കുക. ആ അപ്പൊ ഇങ്ങനെ ഇടണം. ഇതിനെ ഒരു സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഉണ്ട്. ആ ഇതൊന്നും നോക്കിട്ട് ആരും സൈക്കിൾ സെറ്റ് ചെയ്യാൻ നിൽക്കണ്ടോ? കൊള്ളിന്റെ സൈക്കിൾ അസംബ്ലി അത് കറക്റ്റാണ്. ഞാൻ ഇത് പറഞ്ഞ ഇത് കറക്റ്റ് അല്ലേ? കറക്റ്റാ. ഇത് ഉൾട്ടയാണ് വേണ്ടത്. ഇതിങ്ങനെ പൊക്കാൻ പറ്റൂല, അത് ഉൾട്ടയാണ് വേണ്ടത്. എന്താ ഉൾട്ടാണെന്ന് പറയാൻ കാരണം? പിന്നെ ഇത് ഇങ്ങനെ താറ്റിക്ക വേണ്ടു. ഇത്ര ഉള്ളല്ലോ. അമ്മേ കറക്റ്റ് സമയത്ത് ഞാൻ സൈക്കിൾ ഓർഡർ ചെയ്തല്ലോ അല്ലേ? നിങ്ങൾ വരുമ്പോഴേക്ക് ഹെൽപ്പിങ്ങിന് ആളുണ്ടാവും. എനിക്ക് ഉറപ്പാണ്. ഇനി വെച്ചോക്കാം, അപ്പൊ അറിയാം എങ്ങനെ അതിന്റെ പൊസിഷനിങ് എന്നുള്ളത്. അങ്ങനെ തന്നെ ആണ് വേണ്ടത്. അല്ല വെറുതെ നോക്കിയായിട്ട് നോക്കിയട്ടെ. എന്റെ വിരല് മാറ്റി ലോക്കാവും. അമ്മേ ഓക്കെ. ചെറിയൊരു ബെൻഡ് ഉണ്ടാക്കാം. ഉണ്ടേ നിങ്ങളുടെ ഇരിക്കണ്ട്. മതിയോ? ഓട് ഈ കൈ അപ്പൊ ഓക്കെ. ഓക്കെ ഒട്ടിക്കോ. ഉണ്ടാകുമല്ലോ അല്ലേ? വേറെ വലിയ വണ്ടിയൊക്കെ അസംബിൾ ചെയ്താലേ. OLX ആപ്പ് ഉണ്ടോ അറിയില്ല. ചോദിച്ചേ ഇതിപ്പോ തന്നെ നാളെ കളിയാക്കിയത് കുറച്ച് കൂടി. നടക്കട്ടെ, ചോട്ടി വെക്കാം. ടെസ്റ്റ് അടിക്ക. ലുക്ക് ഉണ്ടല്ലോ, ലുക്ക് ഉണ്ട്, സാധനം ലുക്ക് ഉണ്ട്. പൊട്ടിച്ചു. സാറില്ല, അത് വേണ്ട, എന്ത് സാറില്ല. അത് പൊട്ടി എന്താ ചെയ്യാ? നമുക്ക് പൊട്ടിക്കാലോ. കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യണം. സ്ക്രൂ ഡ്രൈവർ മനസ്സ് പോലെ കണ്ടജി പൊട്ടിച്ചതാണ്. ഹൃദയം അല്ല കഠിനം. ഇതൊക്കെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചോ, ഞാൻ ചെയ്തരാം. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കി തന്നില്ലേ? എനിക്കിത് മാത്രം സെറ്റ് ആക്കാൻ പറ്റൂലല്ലോ. ഇതിന് സെറ്റ് ആക്കാൻ പറ്റൂല. ഇതിപ്പോ എവിടെ പൊട്ടി? ഈ സാധനം വേണം നമുക്ക് മേടിക്കാം. മേടിക്കാറുണ്ട്. നിന്റെ കൈ തന്നാ മതിയായിരുന്നു. പുതിയ റിഫ്ലക്ടർ ഇത് നമുക്ക് ഒട്ടിക്കാലോ. സൂപ്പർ ഗ്ലൂ പോലത്തെ വലിയ കാര്യം. ഇതിപ്പോ ഫ്രഷ് സൈക്കിൾ വാങ്ങിയിട്ടാണ് പൊട്ടിച്ചിക്ക. എന്താ ചെയ്യാ? സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മെറ്റൽ ടൈപ്പിൽ കൊടുക്കേണ്ടത്. ഇതൊക്കെ മതി. പോൽക്ക പ്രശ്നം. ഇത് വേണ്ടല്ലോ. അതൊന്നും വേണ്ട. അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയതേ പാറ, കമ്പി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോണ്ട്. ഓക്കെ നമുക്ക് ഒട്ടിക്കാത്. ഇതുണ്ട് ടൈറ്റ് ചെയ്യാണ്ട്. കപ്പോ ഏതാണ്? ബ്രേക്സ് ടൈറ്റ് ചെയ്യാം. അതിന് സ്ക്രൂ ഡ്രൈവർ ആണെന്ന് തോന്നുന്നു. വേണ്ട, ഇല്ലെങ്കിൽ ഞാൻ ഇതിലെ ട്യൂട്ടോറിയലിൽ അങ്ങനെ കണ്ടേ. നമുക്ക് ടൈറ്റ് ചെയ്യാം. എവിടെ? ഓക്കെ, പൊസിഷൻ വേണ്ടേ? പൊസിഷൻ ഓക്കെ അല്ലേ? സ്റ്റഡി പൊസിഷനാ. അങ്ങനല്ലേ? ഓക്കെ ഓക്കെ. ഇനി പിന്നെ നമുക്ക് മാറ്റാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കേ, എന്നിട്ട് നമുക്ക് മാറ്റാം. സൗണ്ട് വരാണ്. അതല്ല, അതോ ബാക്കിട്ടോളൂ ഫോണ്. ഓനെ പൊട്ടിപ്പിച്ചത് അതെനിക്ക് തമാശ. ഫോണേ ബാക്കിന്ന് ഇട്ടോളൂ.
ഓന്റെ ഇനിയില്ല അസൂയ മൂത്ത് പറഞ്ഞ പൊട്ടിപ്പിച്ചാണ്. അസൂയപ്പെടാൻ മാത്രല്ല സാധനം. Okay. 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 Ready? Yeah, it's finally it's ready. It's working? Yeah. Perfect? Yeah. Okay. ഒന്ന് നോക്കി നോക്കുക. Kudos to the team. No? അനക്ക് ഗീർ മാറ്റാൻ അറിയോ? കടകടടിച്ചാൽ എനിക്കറിയില്ല. മാറണം. അതാ പാകത്തിന് മാറ്റിയോ? ഒന്നിന്ന് നേരിട്ട് 5 രണ്ടും ഒരുമിച്ച് മാറ്റണം. അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഒന്ന് ഇവിടുന്ന് മാറ്റി, ഒന്ന് അവിടുന്ന് മാറ്റി. ഇതിപ്പോ എത്രയിലേ കറക്കണേ? ഞാൻ ചൂട്ടാ. ഇത് 1-ലാണ്. അള്ളാന്റെ കാല്. ഇതിപ്പോ 2ക്ക് ചാടി. ചാടിയോ? ഒന്നും കൂടി കയറ്റേ മേലത്തെ ബാക്ക്. തിരിച്ച് നല്ല സ്പീഡില് തിരിച്ച്. അതാ ഇവിടെ കയറണേ. ഇവിടെ അവിടെ തന്നെ കയറേണ്ടത്. മറ്റേത് കയറ്റി. ഇവിടെ ഒന്ന് കയറ്റിക്ക. കയറി കൊള്ളിയെ ഗീറിടുമ്പോ ഓരോന്ന് മാറ്റിയിടേ. എന്നാലേ 4th-ന്ന് 5th, 5th-ന്ന് 4th, 4th-ന്ന് 3rd, നേരിട്ട് 1-ന്ന് 5th ഇട്ട് കുണിച്ച് ഇടേ. ഫസ്റ്റ് ഇട്. നല്ല വലി വേണം. ചാടി മതി. ഇവിടുത്തെ ഫസ്റ്റ് വന്നിട്ടാ ഇത്. തിരിച്ച് അപ്പൊ എത്രയിലാണ്? 1-ലാ? 2-ല്. ഏത്? ഇത് 2. ഇത് 2-ല്. ഇതേക്ക് കയറ്റണേ ഫസ്റ്റ്. ആയിട്ടില്ല. അതിനാണ് സ്പീഡ് തിരിച്ചാൻ പറയാനോട്. രണ്ടിക്കായി. കിട്ടാ. ചാടി അടക്കട്ടെ. മതി. 6 pack ലെഗ്. കാലിനല്ലേ വരുള്ളൂ. അതിപ്പോ നിങ്ങളെ കണ്ണിക്കടി കൊള്ളിന്റെ വയറ് വരുന്നു. അതിപ്പോ നിങ്ങളെ പറച്ചിലോണ്ട് ഇപ്പൊ 6 മാസം പോകും തോന്നുന്നില്ല. നെയ്റ്റ് പൊട്ടിച്ചു. കൊള്ളിന്റെ വയറ് ഇത് സൈക്കിൾ ഓട്ടിച്ച് പോരുന്നു. ഫിറ്റ്നസ് ഇപ്പൊ തന്നെ ലൈറ്റ് പൊട്ടിച്ചു. ഇത് ഗാഡ് ടോട്ടന്റെ വെച്ചോണ്ട്. ഗാഡ് കൊണ്ടുവരും. നല്ല ഓക്കെ അല്ലല്ലോ ഗപ്പോ. എന്ത് എത്തി ഹാൻഡില് ചേഞ്ച് ഉണ്ടോ? ഒരു പൊടിക്കും ഇങ്ങോട്ട് വരാണ്ട്. ഇതിപ്പോ നൗഫ് പറയാണ് നമ്മൾ സെറ്റ് ചെയ്തത് ശരിയില്ല. ആയിക്കോട്ടെ, അവൻ സെറ്റ് ചെയ്യട്ടെ. കറക്റ്റല്ല. ഞാൻ ടയർ സ്റ്റഡിയാ നോക്കും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഓക്കെയാണ്. ഇപ്പൊ കറക്റ്റാ. ഇത് കറക്റ്റാ. ലോക്ക് ഇറ്റ്. Okay. Yes, we assembled we assembled bicycle leader from India. Okay, successfully. നീ കാറ്റടിച്ചിട്ട് ഞങ്ങൾ 2 റൗണ്ട് റോഡ്.